കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കലും അവിടെ നിയമസഭാ ചരിത്രത്തിൽ ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷമാണ് ലോക്സഭയിൽ അന്ന് അവിടെ ശ്രീകണ്ഠന് കഴിഞ്ഞ തവണ കിട്ടിയത് എന്നുള്ളത്. ആ രണ്ട് ഫാക്ടേഴ്സ് അവിടെ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, CPIക്ക് കുറച്ച് പാലക്കാട് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്. CPI കാൻഡിഡേറ്റ്സ് അവിടെ മത്സരിക്കാറുണ്ട്. ഒന്നത്. രണ്ട്, ഇപ്പൊ രണ്ടാമത്തെ ഒരു വലിയ കേന്ദ്രം, ഇവർക്ക് വോട്ട് 17,000 ചില്ലാനും വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലം പട്ടാമ്പിയാണല്ലോ. അവിടെയും നമ്മൾ 2 തവണ മുഹമ്മദ് മുഹ്സിൻ ജയിച്ചു വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നിന്നും ഈ പ്രതീക്ഷിച്ച ഇത് കിട്ടാത്തത് ഇവർ തമ്മിലുള്ള ഒരു തർക്കമാണോ എന്നൊരു സംശയം അന്ന് ഉയർന്നിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് പ്രദേശത്തും വലിയ തോതിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്. അതിന്റെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ തവണ ശ്രീകണ്ഠന് അനുകൂലമായി നടന്നു എന്നതാണ് നമുക്ക് അതിൽ നിന്ന്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളെ ഓരോ പാർട്ടിക്കും ഉള്ള ഒരു മേധാവിത്വമല്ല സ്വാധീന ശക്തി വിലയിരുത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിൽ വിലയിരുത്താം? ഇടതു മുന്നണിയെ സംബന്ധിച്ച് ഷൊർണൂരും ഒറ്റപ്പാലവും കോങ്ങാട് മലമ്പുഴ, ആ ഒരു കണക്ക് ശരിയാകുമോ? ആ കോങ്ങാട് ഇടതു മുന്നണിയുടെ ഒരു വലിയ കോട്ടയാണ്. അവിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സംവരണ മണ്ഡലം എന്ന നിലയിലൊക്കെ അത് എല്ലാ കാലത്തും പിന്നെ കോങ്ങാട് അതിന്റെ മണ്ഡലം ഉണ്ടാക്കിയ കാലം തൊട്ട് എല്ലാ കാലത്തും ഇടതു മുന്നണിക്കൊപ്പം നിന്നാണ്. ഒറ്റപ്പാലത്തും സമാനമായ രീതിയിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ MP രാജേഷിന് ആ ഷൊർണൂർ മേഖലയിൽ ഒരു സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹം ഒറ്റപ്പാലംകാരനാണ്, ആ പ്രദേശത്തുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റപ്പാലം ഷൊർണൂർ മേഖലയിൽ 2 പേർക്ക് സ്വാധീനമുണ്ട്. ശ്രീകണ്ഠനും അവിടെ ഷൊർണൂറിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നഗരസഭയിലും ഒക്കെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് ഒക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ ആ മേഖലകളിൽ ഒറ്റപ്പാലത്തും ഷൊർണൂറിലും ഒക്കെ ഒരു CPM ഒരു മേൽക്കൈയുണ്ട്. അതേസമയം പട്ടാമ്പിയിൽ ഈ മേൽക്കൈ കഴിഞ്ഞ തവണ പ്രകടമായത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. അവിടെ ഒരുപക്ഷം പിന്നെ സ്ഥാനാർത്ഥി MLA മറുചേരിയിൽ നിന്നായിരിക്കാം, പക്ഷേ അത് പാർലമെന്റ് ഇലക്ഷനിലേക്ക് വരുമ്പം അത് കോൺഗ്രസിന് അനുകൂലമായി. അതായത് മനു, കഴിഞ്ഞ തവണ ശ്രീകണ്ഠന് 1,00,000-ൽ പരം 10,000-ൽ പരം ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുമ്പോഴും 4 നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്തത്. അതെ, ഇടതുമുന്നണി 3 ലീഡ് കൊണ്ടാണ് വിജയം സാധ്യമാക്കിയത്. അതെ, അതിൽ പ്രധാനമായത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടും പട്ടാമ്പി ഒന്ന് പിന്തുണച്ചു. പാലക്കാടിൽ ടൗണിൽ ഒരു നേരിയ ഭൂരിപക്ഷം കിട്ടി. പക്ഷെ പാലക്കാട് നഗരം കൂടുതലും ഈ നമ്മുടെ BJPക്ക് അനുകൂലമായുള്ള ഒരു ട്രെൻഡാണല്ലോ അവിടെയുള്ളത്. അവിടെ നഗരസഭയൊക്കെ BJPയാണ് ഭരിക്കുന്നത്. അപ്പോൾ പക്ഷേ എന്തായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് വന്നപ്പോൾ അതിന്റെ നഗരസഭയിൽ BJPക്ക് അവിടെ വലിയ ശ്രീകണ്ഠൻ 48,000 വോട്ട് പിടിക്കുമ്പോൾ പിന്നെ 40,000 39,900 വോട്ടുകളോളം BJPക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഈക്വൽ ഫൈറ്റ് BJP കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ടടുത്തുള്ള ചില പഞ്ചായത്തുകളുണ്ട് നഗരത്തിനോട് അടുത്ത് കിടന്ന്. ആ പഞ്ചായത്തുകളിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈയുണ്ട്. അത് ഈ ഷാഫി പറമ്പിലും ഒക്കെ അവിടെ അത് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഗ്രസ് അനുകൂല ട്രെൻഡുണ്ട്. അപ്പോൾ ആ പാലക്കാട് മണ്ഡലം, മണ്ണാർക്കാട് മണ്ഡലം, പട്ടാമ്പി മണ്ഡലം, അതിൽ പാലക്കാട് ടൗൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഒരു 4,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായുള്ളൂ. പക്ഷെ മറ്റ് 2 കൂടി വെച്ചാണ് ഈ ശ്രീകണ്ഠന് ശക്തി കേന്ദ്രമായി അവിടെ മാറി. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തവണത്തെ വിജയത്തിന് മുസ്ലിം ലീഗിനോടും ഏറെ കടപ്പെടേണ്ടി വരും കോൺഗ്രസ്. കാരണം മണ്ണാർക്കാട് അവിടെ ലീഗിന് സ്വാധീനമുള്ള ഇടമാണ്, ലീഗിന്റെ MLA കൂടിയുള്ള ഇടമാണ്. അതുകൊണ്ട് ഷംസുദ്ദീൻ അവിടുത്തെ MLA. അപ്പോൾ സ്വാഭാവികമായും ലീഗും വളരെ നന്നായി UDF-നൊപ്പം നിന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച CPM-ലെ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ 2019-ലെയും 2014-ലെയും വോട്ടിംഗ് ശതമാനം ഒന്ന് താരതമ്യം കൂടി ചെയ്യാം. 2014 നമുക്ക് MP രാജേഷ് കൂടുതൽ ഭൂരിപക്ഷം നേടിയ 2014 ഇടതുമുന്നണിക്ക് 45% വോട്ടാണ് ലഭിച്ചത്. അതേസമയം ആ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF-ന് ലഭിച്ച ഭൂരിപക്ഷം വോട്ടിംഗ് ശതമാനം 34.21%. അതായത് MP വീരേന്ദ്രകുമാറാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. BJPയുടെ പരിശോധിക്കുമ്പോൾ BJPക്ക് 15% അന്ന് വോട്ടിംഗ് ഷെയർ ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ കാണേണ്ടി വരും. എന്ന് മാത്രമല്ല അവിടുത്തെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. 2014 ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. 2019 വരുമ്പോൾ അവിടുത്തെ ചിത്രം പരിശോധിക്കുക. ഇടതു മുന്നണിയുടെ സ്ഥാനത്ത് UDF-ന് അവിടെ ഭൂരിപക്ഷമാകുന്നു. UDF-ന്റെ വോട്ടിംഗ് ശതമാനം അവിടെ 38.83% അവിടെ UDF-ന്റെ പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നു. ഇടതുമുന്നണിയുടേത് 37.7% തായിരുന്നു. അതായത് അതിന്റെ കൃത്യമായ കണക്കുകൾ നോക്കുമ്പോൾ ഈ ആറ്റിങ്ങിൽ സംഭവിച്ച അതേപോലെ തന്നെ 2014 ഈ 45% വോട്ടുണ്ടാവുന്നത് പെട്ടെന്ന് അതൊരു 38 അല്ലെങ്കിൽ 37 37.7 താഴ്ന്നു വന്നൊരു സാഹചര്യം LDF-ൽ ഉണ്ടായി. അത് പിന്നെ എങ്ങനെ സംഭവിച്ചു? അതായത് കൃത്യമായി പറഞ്ഞാൽ 7.3% വോട്ടിന്റെ കുറവുണ്ടായി.
കൃഷ്ണകുമാറിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ നോക്കൂ, കൃഷ്ണകുമാർ 21% പോളിംഗ് ശതമാനം BJP ഉയർത്തുന്നു. അതായത് ശോഭാ സുരേനിൽ നിന്ന് മാറി കൃഷ്ണകുമാർ വരുമ്പോൾ അതൊരു പക്ഷേ സ്ഥാനാർത്ഥിയുടെ മാറ്റം ഗുണം ചെയ്തിരിക്കാം. അതിനുമപ്പുറം BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഉണ്ടായിരുന്നത് അവർ ഗുണപ്പെടുത്തിയതാവാം. പാലക്കാട് അവരുടെ ശക്തിക മേഖല കൂടിയാണ്. അതുകൊണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ പുറത്തുള്ള ഒരാളാണ്. കൃഷ്ണകുമാർ പാലക്കാടുകാരനാണ്. നഗരസഭയിൽ അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ മലമ്പുഴയിൽ സ്വാധീനമുള്ള ഒരാളാണ്. മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിന് നല്ലൊരു മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മലമ്പുഴയിൽ നമ്മൾ ഇപ്പോൾ ഈ കോൺഗ്രസിന് 47,000 വോട്ട് കിട്ടുമ്പോൾ 41,000 വോട്ട് കിട്ടിയിട്ടുണ്ട് കൃഷ്ണകുമാറിന്. മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് മലമ്പുഴയ്ക്ക് വരാനും കഴിഞ്ഞു. അതെ, അങ്ങനെയുണ്ട്. നമുക്ക് 2019 സ്ഥാനാർത്ഥികൾ VK ശ്രീകണ്ഠൻ, MB രാജേഷ്, C കൃഷ്ണകുമാർ. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുള്ള 3 സ്ഥാനാർത്ഥികൾ. അവരെങ്ങനെയായിരുന്നു? ശ്രീകണ്ഠനും MB രാജേഷും ശ്രീ കൃഷ്ണകുമാറും. 2014 ചിത്രം MB രാജേഷും MB വീരേന്ദ്രകുമാറും ശോഭാ സുരേന്ദ്രനും. ഇതായിരുന്നു കഴിഞ്ഞ നമുക്ക് തൊട്ട് മുന്നിലുള്ള 2014 2019 തെരഞ്ഞെടുപ്പ് ചിത്രം എന്നത് പരിശോധിക്കാം. പിന്നെ ഈ ശ്രീകണ്ഠന് കഴിഞ്ഞ തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളായി എന്ന ഒരു പ്രധാനപ്പെട്ട പരിശോധന കൂടി മനു നമുക്ക് നടത്തേണ്ടി വരും. 2019 എന്തുകൊണ്ട് ശ്രീകണ്ഠൻ ജയിച്ചു എന്ന ഒരു ഫാക്ട് കൂടി പരിശോധിക്കും. അവിടെ ന്യൂനപക്ഷ വോട്ടർമാരുടെ പിന്തുണ തീർച്ചയായും അനുകൂല ഘടകമായി. കഴിഞ്ഞ 2019 സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 2019 രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞു വീശിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ UDFന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പാണ്. അത് സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ ഗുണം ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ഫാക്ടർ ഞാൻ കാണുന്നത് ശബരിമലയാണ്. അതെ, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലും അതിലൊരു രസകരമായൊരു ഫാക്ടർ നമ്മൾ നോക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിലും ആ ന്യൂനപക്ഷ ഇതിൽ തന്നെയാണ് VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ അത് നേരത്തെ തുടങ്ങിയല്ലോ. അതെല്ലാം അത് ന്യൂനപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ തന്റെ സ്വാധീനമുണ്ടെന്നും അത് പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനം അത് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ 2024 തെരഞ്ഞെടുപ്പിലെ പ്രധാന ഫാക്ടർ കൂടി ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉണ്ടാകുന്നത്. അത് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ശ്രീകണ്ഠന്റെ വിജയവും പരാജയവും നിർണ്ണയിക്കാൻ പോകുന്നത്. ശരി, അങ്ങനെ കഴിഞ്ഞ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു. അതിനുശേഷം ഇനി പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താണ് സാധ്യത, എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യം വ്യക്തം